കേരള സമ്പദ്ഘടനയുടെ ഒരു പ്രധാന ആണിക്കല്ലാണ് റബ്ബർ കൃഷി. കാർഷിക വരുമാനത്തിൽ എത്രയോ കർഷകർ ഈ റബ്ബറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി റബ്ബർ കൃഷിയിൽ ഉൽപാദനത്തിൽ ഇടിവ് സംഭവിക്കുകയാണ്. പ്രതിവർഷം 8 ലക്ഷം ടൺ വരെ റബ്ബർ ഉൽപാദനം ഉണ്ടായിരുന്ന കേരളത്തിൽ അതിപ്പോൾ ഗണ്യമായിട്ട് കുറഞ്ഞിരിക്കുന്നു. പ്രധാന കാരണം റബ്ബർ വെട്ടാതെ കിടക്കുന്നു. ഏക്കർ കണക്കിന്, ആയിരക്കണക്കിന് ഏക്കർ റബ്ബർ തോട്ടം വെട്ടാതെ കിടക്കുന്നു. അത് കാടായിട്ട് മാറുന്ന, അവിടെ വന്യമൃഗങ്ങൾ അവിടെ താമസം തുടങ്ങി, കാട്ടുപന്നികളും മറ്റ് ജന്തുക്കളും അതവരുടെ കാടായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതൊരു ഭീഷണി. എന്തുകൊണ്ട് റബ്ബർ വെട്ടുന്നില്ല, റബ്ബർ മരങ്ങൾ വെട്ടുന്നില്ല, എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ റബ്ബറിന് വിലയില്ല, വരുമാനം കിട്ടുന്നില്ല. കൂലിക്ക് ആളെ വെച്ച് വെട്ടിയാൽ അതിൽ നിന്ന് കയ്യിൽ നിന്ന് കാശ് പോകും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒന്നും നടത്താൻ പറ്റില്ല. നഷ്ടക്കച്ചവടമാണ് റബ്ബർ ടാപ്പിംഗ് എന്ന് പറയുന്നത്. ആ നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. 1 കിലോ റബ്ബറിന് 200 രൂപയെങ്കിലും മിനിമം വില കിട്ടിയെങ്കിലേ ഇത് ലാഭകരമായിട്ട് പോവുള്ളൂ. കാരണം അത്രയും ഉൽപാദന ചെലവുണ്ട്, വെട്ടു ടാപ്പിംഗ് കൂലിയും ഒക്കെ നോക്കുമ്പോൾ. ഇവിടെയാണ് കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഒരു ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞത്, റബ്ബർ കിലോവിന് 300 രൂപ ഉറപ്പാക്കിയാൽ കേന്ദ്രത്തിലെ BJPക്ക് ഞങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. യാഥാർത്ഥ്യബോധമുള്ള ബിഷപ്പാണെങ്കിൽ അങ്ങനെ ഒരു മോഹ പ്രഖ്യാപനം നടത്തത്തില്ല. കാരണം ഒരിക്കലും നടക്കാത്ത സുന്ദരമായ ഒരു സ്വപ്നമാണ് റബ്ബറിന് കിലോവിന് 300 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ യാഥാർത്ഥ്യബോധമില്ലാതെ ബിഷപ്പ് എന്തിനെന്ന് പറയുന്നു? അത് വേറെ രാഷ്ട്രീയമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വീണ്ടും പറഞ്ഞു, റബ്ബർ കൃഷിയുടെ കാര്യത്തിൽ റബ്ബറിന് വില ഉറപ്പാക്കുന്നതിൽ 200 രൂപയ്ക്ക് മുകളിൽ വില ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു. സംസ്ഥാനത്തിനും ഇട്ടൊരു കൊട്ടുകൊട്ടിയിരിക്കുകയാണ്. യാഥാർത്ഥ്യം എന്താണ്? റബ്ബറിന് വില കുറയാൻ കാരണം എന്താണ്? റബ്ബറും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾക്ക് അത് ആസിയൻ കരാറാണ്. ആസിയൻ കരാർ ആരാണ് ഉണ്ടാക്കിയത്? UPA ഗവൺമെൻറ്, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്. അന്ന് അതിനെ എതിർത്ത ആരായിരുന്നു? അത് പ്രതിപക്ഷ കക്ഷികൾ. BJP എന്ന ഏറെക്കുറെ മൗനം പാലിച്ചു. എന്നാൽ അതിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല. ചെറിയ ഈ വിയോജിപ്പുകളൊക്കെ പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് 2ാം തവണ അധികാരത്തിലിരിക്കുന്നു. പിന്നീട് ആസിയൻ കരാറിനെ പറ്റി ഒന്നും മിണ്ടാതെ അതിലെ നയങ്ങൾ അതേപടി നടപ്പാക്കിയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആ ഗവൺമെന്റിനോടാണ് ബിഷപ്പ് പാംബ്ലാനി പറയുന്നത്, ഹലോ മോദി, ഡിയർ പ്രൈം മിനിസ്റ്റർ, നിങ്ങൾ ഞങ്ങൾക്ക് കിലോവിന് 300 രൂപ ആക്കി തന്നാൽ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഒരിക്കലും നടക്കാത്ത സുന്ദരമായ സ്വപ്നം. ഇവിടെ ഇനി ചില കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ആരുടെ നെറ്റി ചുളിയരുത്. ഇവിടുത്തെ റബ്ബർ വിലയെ ഇടിച്ചു താക്കാൻ, റബ്ബർ കർഷക വിപണിയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നത് ആരാണ്? പിണറായി വിജയൻ സർക്കാരാണോ? അതല്ല. MRF എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രമുഖ ടയർ നിർമ്മാതാക്കൾ, വൻകിട ടയർ നിർമ്മാതാക്കൾ. ഈ MRF ആരുടെ സ്ഥാപനമാണ്? അത് മനോരമ കുടുംബത്തിൻ്റെയാണ്. മലയാള മനോരമ ആരുടെ സ്ഥാപനമാണ്? അത് മനോരമ കുടുംബത്തിൻ്റെതാണ്. പക്ഷേ മനോരമയുടെ താളുകളിൽ റബ്ബർ കർഷകരുടെ കണ്ണീരിങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. അച്ചടി മെഷി തന്നെ അലിഞ്ഞ് താഴേക്ക് പോകുന്നത് കാണാം. ഓരോ ദിവസവും ആ വാണിജ്യം പേജൊക്കെ നോക്കുമ്പോൾ എന്തൊരു കണ്ണീരാണ്. ഇതിനെയാണ് നമ്മൾ മുതല കണ്ണീർ എന്ന് വിളിക്കുന്നത്. ഈ രാജ്യത്ത് അല്ലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ തോട്ടങ്ങളുള്ള ഒരു കുടുംബമാണ്, ഏറിയ വിസ്തീർണം നോക്കിയാലുള്ള കുടുംബമാണ് മനോരമ കുടുംബം. അപ്പോൾ ഒരു വശത്ത് കർഷകർക്ക് വേണ്ടി കണ്ണീർ, റബ്ബർ വില കുറയുന്നു, കൂടുന്നില്ല, കർഷകർ ദുരിതത്തിൽ. മറുവശത്ത് റബ്ബർ വില കൂട്ടാതിരിക്കാനുള്ള സർവ്വ തന്ത്രങ്ങളും പയറ്റുന്നത് MRF, പിന്നെ കൂടെ ചില മറ്റ് ടയർ കമ്പനികൾ. ഇത് കയ്യോടെ പിടിച്ചൊരു സംഭവമുണ്ട്. ഞങ്ങൾ അതിലേക്കാണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത്. അതായത് നമുക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേന്ദ്ര സ്ഥാപനമുണ്ട്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആ കമ്മീഷന്റെ ചുമതല ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, ചില കമ്പനികൾ നാടിന് ഗുണപ്രദമല്ലാത്ത കാര്യങ്ങൾ വഴിവിട്ട് ചെയ്യുമ്പോൾ അതിനെ പിടിക്കുക, അതിന് പിഴയൊടുക്കുക, ഇതൊക്കെയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാന ജോലി, ഉത്തരവാദിത്വം. ആ കോമ്പറ്റീഷൻ കമ്മീഷൻ ഇന്ത്യയിലെ ടയർ കമ്പനികൾക്ക് അടുത്ത കാലത്ത് വഞ്ചന പിഴ
അതായത് കർഷകരെയും അതേപോലെ കാർഷിക മേഖലയെയും വഞ്ചിച്ചതിന് വഞ്ചന പിഴ ചുമത്തി. MRFിനാണ് ഏറ്റവും ചുമത്തിയത്, മനോരമയുടെ കുടുംബത്തിൽപ്പെട്ട MRFിന്. അതായത് മൊത്തം 1788 കോടി രൂപയുടെ വഞ്ചന പിഴയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ചുമത്തിയത്. 1788 കോടി രൂപ. അതിൽ 622 കോടിയും MRFിൻ്റെതാണ് പിഴ. MRF അടയ്ക്കേണ്ട പിഴയാണ് 622 കോടി രൂപ. തൊട്ട് പിന്നിൽ അപ്പോളോ ടയേഴ്സ് 425 കോടി രൂപ പിഴ അടയ്ക്കണം. പിന്നെ മറ്റ് നിർമ്മാതാക്കളെല്ലാം കൂടിയാണ് ഈ 1788 കോടി ആകെ വഞ്ചന പിഴ ചുമത്തിയിരിക്കുന്നത്. ഈ പിഴ ഈടാക്കിയിട്ട് ഇത് കർഷകരുടെ ക്ഷേമത്തിന്, റബ്ബർ കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിന് തലയുരാനാണ് ഈ പിഴ അടയ്ക്കാതെ തലയുരാനാണ് ഇപ്പോൾ MRFും അപ്പോളോ ടയേഴ്സും ഒക്കെ നോക്കുന്നത്. അതിന്റെ മുൻനിരയിൽ MRF ആണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പോട്ടെ, മനോരമ റിപ്പോർട്ട് ചെയ്യില്ല നമുക്കറിയാം. മനോരമയുടെ മുതലക്കണ്ണീർ എല്ലാ പേജിലും എഴുതും റബ്ബർ കർഷകർക്ക് വേണ്ടി എല്ലാ ദിവസവും. പക്ഷേ MRF കാണിച്ച വെട്ടിപ്പിനെ പറ്റി, തട്ടിപ്പിനെ പറ്റി മനോരമ എഴുതില്ല എന്ന് നമുക്കറിയാം, സ്വന്തം കമ്പനി ആയതുകൊണ്ട്. പക്ഷെ എന്തുകൊണ്ട് മാതൃഭൂമിക്ക് എഴുതിക്കൂടാ? എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തുകൂടാ? എന്തുകൊണ്ട് 24 ചാഞ്ചാടി നിന്നുകൂടാ? 24 ചാഞ്ചാടി നിന്നുകൂടാ? എന്തുകൊണ്ട് ജനം TVക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല? കർഷകരുടെ കണ്ണീരെന്താ ഇവർ കാണാത്തത്? അപ്പൊ താല്പര്യങ്ങൾ എവിടെയാണ്? അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. പാംപ്ലാനിയുടെ താല്പര്യം എവിടെയാണ്? ബിഷപ്പ് പാംപ്ലാനിയുടെ രാഷ്ട്രീയം കളിക്കുകയല്ലേ? ഈ മാധ്യമങ്ങൾ രാഷ്ട്രീയം കളിക്കുകയല്ലേ? അപ്പൊ റബ്ബർ കർഷകർക്ക് വേണ്ടി ആരുണ്ട് ഈ നാട്ടില്? ആരുണ്ട്? സംസ്ഥാന സർക്കാർ അവരെ സഹായിക്കണം എന്ന് പറയുമ്പോൾ അതിന് പരിമിതികളുണ്ട്. കയ്യിലോട്ട് പൈസ എവിടുന്ന വരേണ്ടത്? വേറെ അനുഭവം മുമ്പിലുണ്ട്. കാർഷിക മേഖലയിൽ നെൽകർഷകരും നാളികേര കർഷകരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കേന്ദ്ര നിലപാട് മൂലം. 1200 കോടിയിലധികം രൂപയാണ് നെല്ല് സംഭരിച്ചതിന് പേരിൽ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ട കുടിശ്ശിക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്. അതായത് കേന്ദ്രം തരേണ്ട തുക മുൻകൂട്ടി ചെലവഴിച്ച് നെല്ല് സംഭരിച്ചിട്ട് അത് പിന്നെ വിപണിയിലും റേഷൻ കടയിലും വരെ അത് എത്തിച്ചിട്ട് അതിന്റെ കണക്ക് കിട്ടാനുള്ള പൈസയാണ് ഈ തുക കേന്ദ്രം ഇങ്ങോട്ട് തരേണ്ടത്. അതുപോലും തരാതെ അത് പെൻഡിങ്ങിൽ കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് കേന്ദ്ര സർക്കാരിന്റെ പിന്നെ നാളികേര കർഷകരുടെ നെല്ല് കർഷകരുടെ കാര്യത്തിലുള്ള സംരക്ഷണ മനസ്സ്. ഇതുപോലെയാണ് നാളികേര കൊപ്ര വിപണിയുടെ കാര്യം. അപ്പൊ ഏത് കർഷകർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലം ഗുണം കിട്ടുന്നത്? ഇതെല്ലാം വഹിച്ച് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? സാമ്പത്തിക പരിമിതികളില്ലേ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്? അത് പരിഹരിക്കേണ്ടത് ആരാണ്? ഇതൊന്നും അറിയാതെ പാംപ്ലാനിമാരും കുറച്ച് മാധ്യമങ്ങളും ഒരു പുകമറ ഉണ്ടാക്കുകയാണ്. റബ്ബറിന് വില കൂടാത്തതിന് ഉത്തരവാദി പിണറായി വിജയൻ സർക്കാരാണത്രേ. എത്ര അബദ്ധ ജടിലമായ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് വാർത്തകളായിട്ട് നുണകളെ സത്യമാക്കി ആ മട്ടിൽ അവതരിപ്പിക്കുന്നത്. അത് വായിക്കുന്ന പാവം വായനക്കാരും അല്ലേ കാണുന്ന പ്രേക്ഷകരും ഇതാണ് കാര്യമെന്ന് ചിന്തിച്ച് വഴിതെറ്റിപ്പോകുന്നത്. ഇതിനൊക്കെ ഒരു അന്ത്യം നമ്മൾ കാണണ്ടേ? ഇതിനൊക്കെ ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്?